100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കിടിലം. ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഭയങ്കര വെയിലാണ്, നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകാതിരിക്കാൻ പറ്റൂല, എന്തായാലും പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, മേ ബി ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. എനിക്ക് തോന്നുന്നു ബ്രൈറ്റൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടാനിൽ നിന്ന്, നമുക്ക് ഈ വെയിലടിച്ചിട്ടുള്ള ആ ഒരു ടാനിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ ഈ വെയിൽ കാരണം നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ആ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടും, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് റെഡിയാക്കുന്നത് നോക്കിയിട്ട് വരാം. നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ് കേട്ടോ. നമുക്കറിയാം ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം, ഇത് മിക്സ് ചെയ്യാനായിട്ട് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ടാന് നന്നായിട്ട് കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അതായത് നമ്മുടെ നാടൻ പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളാണ് ആണെങ്കിൽ അതെടുക്കാം. പിന്നെ അലർജി ഉള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആധികാരികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് അടിപൊളി വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പറയാം, നമുക്ക് പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡെയിലി നമ്മൾ വർക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ടാൻ അടിച്ച് ആകെ ഭയങ്കരമായിട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കരമായിട്ട് നാക്ക് കുഴയുന്നുണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല കേട്ടോ, ടാൻ അടിക്കുന്നത് നമ്മുടെ നെക്കിലും ഹാൻഡിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കിട്ടിലും റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഒരു തവണയെങ്കിലും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു മസാജിങ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും കൊടുത്തിട്ടില്ല. നമുക്കൊരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്, കാരണം റിസൾട്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ സ്കിന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ആകും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിറം വെക്കുക എന്നതിലുപരി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിറം വെക്കുന്നതിനെക്കാട്ടും നമ്മുടെ സ്കിന്നിന് ഡാമേജും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഹാൻഡിലുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നിട്ടോ. കിട്ടിലും റിസൾട്ട് ഞാൻ പിന്നെയും ഇനി സൂപ്പർ എന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ട് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് ആഫ്റ്ററും ബിഫോറും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാം. മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നോക്കിയാൽ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വളരെ സിമ്പിളാണ്, നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്